ഒരു ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തേ. അപ്പം അവരെ വിളിക്കുമ്പം ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. സംഭവം പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷനായിരിക്കും ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൽ പെട്ടെന്ന് സ്റ്റക്കായൊരു പേരാണ് ചിക്കൻ മപ്പാസ്. ഇതുവരെ കഴിച്ചിട്ടുമില്ല ആരും. അപ്പോൾ എന്തായാലും അത് തന്നെ വാങ്ങാമെന്ന് കരുതി വാങ്ങി. അപ്പോൾ സംഭവം കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമായിട്ടോ. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിക്കുക, ഉണ്ടാക്കി നോക്കുക. ഈ പുതിയ പുതിയ വെറൈറ്റി കറികളൊക്കെ ട്രൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പോൾ പിന്നെ സിമ്പിളാണ്, നമുക്ക് യൂട്യൂബിൽ കയറുക, ടൈപ്പ് ചെയ്യുക, കണ്ടുപിടിക്കുക, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനും റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ ഒന്നുമില്ല. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റൂവിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. കുക്കർ ചൂടാൻ ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി, ഉരുളക്കിഴങ്ങ്, ആവശ്യമുണ്ടെങ്കിൽ ഒരു കഷ്ണം തക്കാളി അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതാണ് വ്യത്യാസമുള്ളൂ. എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ചെടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. തിളച്ചാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. പിന്നെ കടകളിൽ കിട്ടുന്ന കറിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാകുന്നവരൊന്ന് വഴറ്റിയെടുക്കും, അതായത് വറവ് കഴിക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ചെയ്യാൻ. മല്ലിയിലുണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.